നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയുമായിട്ടാണ് ഇന്ന് വന്നത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. പക്ഷേ അവിടെ നിന്ന് അതെല്ലാം വൈൻഡപ്പ് ചെയ്തു നമ്മൾ തിരികെ പോരാൻ വേണ്ടി വരികയും ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ടുണ്ട്, അത് വിശാലമായ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ വന്നപ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ് വരെ നിങ്ങളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കാഴ്ചയിലേക്ക് പോകാം. കർണാടകയിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന് മുന്നിലെ വിശാലമായ ഗ്രൗണ്ടിൽ ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഈ എയ്റോപ്ലെയിൻ ഒരു അലങ്കാര വസ്തു മാത്രമല്ല, ഇത് രാജ്യസേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു സ്മാരകമാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ സേവനം അനുഷ്ഠിച്ച ഒരു യുദ്ധവിമാനമാണിത്. ഡക്കോട്ട വിമാനം എന്നാണിത് അറിയപ്പെട്ടിരുന്നത്. 1938 നിർമ്മിച്ച ഡക്ലസ് C-47 ഡക്കോട്ട MK-4 വിമാനമാണിത്. സൈനികരെയും സാധനങ്ങളെയും കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നതാണ്. 2 പ്രാട്ട് ആൻഡ് വൈറ്റ്നി R 1830 എഞ്ചിനുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരുന്നത്. ഓരോന്നും 1830 ഹോഴ്സ് പവർ ശേഷിയുള്ളതായിരുന്നു. വിമാനത്തിൻ്റെ പരമാവധി വേഗം മണിക്കൂറിൽ 368 കിലോമീറ്റർ ആയിരുന്നു. 11,794 കിലോ ഭാരം വരെ വഹിക്കാൻ കഴിയുമായിരുന്നു. ഏകദേശം 9 മണിക്കൂർ തുടർച്ചയായി പറക്കാനും 20,000 അടി വരെ ഉയരത്തിൽ പറക്കാനും ശേഷിയുണ്ടായിരുന്ന ഈ വിമാനത്തിന് 750 ലിറ്റർ ഇന്ധന ശേഷി ഉണ്ടായിരുന്നു. 28 സൈനികരെ വരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമായിരുന്ന ഈ വിമാനത്തിൻ്റെ ഓട്ടദൂരം 2,400 മീറ്റർ ആയിരുന്നു. നിരവധി വർഷങ്ങളോളം രാജ്യത്തിൻ്റെ ആകാശ അതിരുകൾ കാക്കാൻ ഈ വിമാനം പങ്കാളിയായിട്ടുണ്ട്. സേവനം അവസാനിപ്പിച്ചതിന് ശേഷം ജനങ്ങൾക്ക് നേരിട്ട് കാണാനും യുവതലമുറയ്ക്ക് പ്രചോദനമാകാനും വേണ്ടിയാണ് ഈ വിമാനം ഇവിടെ സ്ഥാപിച്ചത്. ധർമ്മസ്ഥല ക്ഷേത്രം എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ ആദരവ് നൽകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച സൈനികർക്കുള്ള ആദര സൂചകമായി ഈ പ്ലെയിൻ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് ധർമ്മസ്ഥലയിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർ ഈ പ്ലെയിനിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കും, നമ്മൾ ശാന്തമായി പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്ത് ആരോ നമ്മുടെ ഉറക്കം കാക്കുകയായിരുന്നു എന്ന്. അപ്പോൾ അപ്രതീക്ഷിതമായി കണ്ട വിമാനത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.